ഇന്ന് രാമായണ മാസം ആരംഭം, കർക്കിടകം ഒന്നല്ലേ. അപ്പോൾ ഇന്ന് ഇച്ചിരി മധുരം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ. കുറച്ച് ചെറിയ അരിയില്ലേ, നമ്മുടെ പച്ചരിയുടെ ചെറിയ നുറുങ്ങാണ്. ഇത് ഒരു പിടിയോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പരിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറും റെഡിയാണ്. ഇനി അപ്പോൾ വേണ്ടത് ചെറിയൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. അതിന് റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെയും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ റെസിപ്പി, എങ്കിലും ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിടി ചെറിയ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ മതിയാവും, ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ അരി വേവുന്നതിന് ആവശ്യമുള്ള പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ചെയ്യുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽ ചൂടായിട്ടുണ്ട്, നമ്മുടെ അരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പിടി അരിയേ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം. അരി കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നുവെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേവാൻ താമസമാണ്. അത് കാരണം ഒന്ന് വരട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് പകുതിയോളം വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാനൊരു 7 സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് കുറുകി വറ്റിച്ചെടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ കുങ്കുമപ്പൂവില്ലേ, സാഫ്രോൺ ആണ്. അത് ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3. അപ്പോൾ അല്ലാതെ കിസ്മിസോ മറ്റുള്ളതൊന്നും ഞാനിത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ വെറും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുകൂടെ ഒന്നുകൂടി ഒന്ന് കുക്കായി വന്നോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഖീർ അല്ലെങ്കിൽ എന്താ പറയുക, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിതിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബദാമില്ലേ, ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ക്രീമി ടെക്സ്ചറാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബദാം ഒന്ന്, ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ 1-ാം തീയതിയായിട്ട് ഇന്ന് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.